ശ്രീ എൻ അജിത് കുമാർ, ക്രിക്കറ്റ് നിരൂപകൻ കൂടി നമുക്ക്. ശ്രീ എൻ അജിത് കുമാർ, സഞ്ജുവിൻ്റെ ടീമിലേക്കുള്ള പ്രവേശനത്തെയും ഏഷ്യ കപ്പ് ടീമിൻ്റെ ഘടനയും അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ലൊരു ടീമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാനും മകർക്കറിന്റെ പ്രസ് കോൺഫറൻസ് കേട്ടു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എന്താണ് അത്യാവശ്യം, എങ്ങനെ ഒരു ടീമിനെ ഫോം ചെയ്യണം, എന്തുകൊണ്ടാണ് ഈ റീസൺസ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിലൊരു എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു വിഷമമുള്ളൂ. ഈ കഴിഞ്ഞ IPL സീസണിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്ത് ശ്രേയസ് അയ്യർ ടീമിലെടുക്കാത്തതിനെ പറ്റി ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഈ T20 ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആവണത് ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ എനിക്ക് ആ ഒരു ആസ്പെക്ട് ആയിരിക്കണം സെലക്ടേഴ്സ് കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത്. ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ, അവിടെയാണ് ശിവം ദുബെക്ക് ശ്രേയസ് അയ്യറിനേക്കാൾ മുമ്പിൽ ഒരു പ്രിഫറൻസ് കിട്ടാനുള്ള കാരണം ശിവം ദുബെ നല്ലൊരു ബാറ്റിംഗ് മാത്രം, അദ്ദേഹം ഈ ബോളും ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അഭിഷേക് ശർമ്മയ്ക്ക് ജയ്സ്വാളിനെ കണക്കാൻ. ജയ്സ്വാളിനെയും കഴിഞ്ഞ വർഷം പെർഫോമൻസ് വളരെ ഉന്നതയിലായിരുന്നു. ജയ്സ്വാളിന്റെ ടീമിലേക്ക് തന്നെ വന്നത് അദ്ദേഹത്തിന്റെ T20 പെർഫോമൻസിലൂടെയാണ്. അപ്പൊ ഈ ജയ്സ്വാളിനും ശിവം ദുബെക്കും എന്താ പറയുന്നത്, ശ്രേയസ് അയ്യറും ടീമിലില്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർ പ്യോർ ബാറ്റ്സ്മാൻമാരാണ്, അവർക്ക് ബോളിംഗ് ഇല്ലാത്തതാണ്. എന്നാൽ അഭിഷേക് ശർമ്മയും ഇവരും ഈ ശിവം ദുബെയും ദേ ആർ ഗുഡ് ബോളേഴ്സ് ഓൾസോ. അപ്പൊ ആ ഒരു കൺസിഡറേഷൻ എനിക്ക് കൊടുത്തിട്ടെന്ന് തോന്നുന്നു. ആ ഒരു ക്ലിയർ ആയിട്ട് ടീം വായിക്കുമ്പം വ്യക്തമായിട്ട് കാണുന്നത് അതിനുള്ള ഒരു ഫോക്കസ് കാരണമാണ് ഇവർ രണ്ടുപേരുള്ളത്. വളരെ കൺസിസ്റ്റന്റ് ആയ ശ്രേയസ് അയ്യർ ഇല്ല എന്നുള്ളതിന് അങ്ങയുടെ വിഷമം, അത് ഒട്ടേറെ ക്രിക്കറ്റ് ആരാധകരുടെയും വിഷമമാണ്. ശ്രേയസ് അയ്യരുടെ മെച്ചപ്പെട്ട പ്രകടനത്തിന് തുടർച്ചയായി ഏഷ്യ കപ്പ് ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ഭാഗമായി ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടാവുക എന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അതേസമയം തന്നെ നേരത്തെ പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ അത്രത്തോളം പ്രതിഭാധനരായ പുതിയ നിരയാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെയാണ് വലിയ മത്സരത്തിന് ഒടുവിൽ സഞ്ജു വി സാംസൺ ഉൾപ്പെടെ ടീമിലേക്ക് എത്തുന്നത്. നന്ദി ഇത്രയും കാര്യങ്ങളിൽ അങ്ങയുടെ പ്രതികരണം.